ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മളെ ഈ ഒരു പാചകത്തിൻ്റെ റെസിപ്പി അല്ലാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി ഇതൊരു കോം ഹോൾഡറാണ്. കോം ഹോൾഡർ, ക്ലച്ചസ് ഹോൾഡർ. ശരിക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം രാവിലെ തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ചീപ്പ് തപ്പലാണ്. സോ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു ഹോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മളെ പണി സാധിക്കാം. സോ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ചെയ്യുക. സോ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടു. ഞാനിവിടെ ആദ്യം തന്നെ ഒരു നൈലാൻ വയർ എടുത്തിട്ടുണ്ട്. സാധാരണ ഈ വയർ നമ്മളെ തുണികളെല്ലാം ഉണങ്ങാനിടാനോ അതിനൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ നൈലാൻ വയർ. അതേപോലെ പഴയ ഒരു കുട്ടികളെ വള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉറപ്പില്ല ഒരു നൂല് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 8000 ഗ്ലൂ. ഈ ഗ്ലൂവിന് പകരം നിങ്ങൾ വേണമെങ്കിൽ നമ്മളെ ഫെവി ഗ്ലൂവും എടുക്കാം. ഫെവി ഗ്ലൂ അല്ല, ഫെവി ക്വിക്ക് എടുക്കാവുന്നതാണ്. പിന്നെ മെഷർമെൻറ്റിന് ടേപ്പും സിസറും ബേസിക് ടൂൾസ്. സോ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഈ നൈലോൺ കളർ, ഇത് ഞാനിവിടെ സിംഗിൾ കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 2 കളർ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോയിൽ കണ്ട മാതിരി ആ ഒരു തിക്നെസ്സിൽ, ആ ഒരു ഡെൻസിറ്റിയിൽ വരുന്ന ഒരു കൂം ഹോൾഡർ, ആ ഒരു ലെങ്ത്തിലുള്ള കൂം ഹോൾഡറിൻ്റെ മെഷർമെൻറ്റ്സാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ ടേപ്പ് എടുത്ത് ഒരു 50 ഇഞ്ചസ് ലെങ്ത്തിൽ ഈ വയർ അളന്ന് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. 50 ഇഞ്ചസ് പറയുമ്പോൾ ഇത് നമ്മൾ വളരെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഡബിളായിട്ട് എടുക്കും. അപ്പോൾ പിന്നെ അത് 25 ഇഞ്ചസിൻ്റെ ലെങ്ത് ആവും. 25 ഇഞ്ചസ് പറയുമ്പോൾ ഒരു 2 ഫീറ്റ് ലെങ്ത് ആണ് നമുക്ക് വരുന്നത് ഇതുപോലെ. സോ ഇതുപോലെ ഞാനൊരു 20 പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടല്ലോ ഇതുപോലെ. ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് നമ്മളെ വളയിൽ അത് ഒന്ന് ഫസ്റ്റ് ഇട്ട് എടുക്കും. 20 പീസും. ആ 20 പീസിന് വരുന്ന ആ ഒരു തടിപ്പാണ് നിങ്ങൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത്. സോ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല തടിപ്പിൽ വേണമെങ്കിൽ, നല്ല ഒരു ഡെൻസി ആയിട്ട് വേണമെങ്കിൽ കൗണ്ട് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത് ഈ വളയിൽ ഇങ്ങനെ ഇട്ട് ചേർത്ത് പിടിച്ച് നല്ല വൃത്തിക്ക് എല്ലാം താഴലൊന്ന് ശ്രദ്ധിക്കുക. താഴലെല്ലാം ലെവലായിട്ട് ഉണ്ടാവണം. ലെവൽ പറയുമ്പോൾ നമ്മൾ ആ 50 ഇഞ്ചസിൻ്റെ ആ ഒരു നീളം കറക്റ്റായിട്ട് ഉണ്ടാവണം. എന്താ പറഞ്ഞാൽ നമ്മൾ ഇവിടെ കെട്ടിയിട്ട് ഒന്നും കൂടി നമ്മൾ അതിനെ ലെവൽ ചെയ്യും. അപ്പോൾ പിന്നെ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ലെവലായിട്ട് പിടിച്ച് ഈ വെളുത്ത നൂല് ഞാൻ കാണിച്ചല്ലോ, ഇതിന് പകരം നിങ്ങൾ നൈലാൻ വൈറ്റ് കളർ നൈലാൻ ഒരു വയർ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാം. ഇതുപോലെ ആദ്യത്തെ ഒരു നോട്ട് നമ്മൾ ഇട്ട് വെക്കണം. സോ അതായത് നമ്മളെ വളയെന്ന് ഇത് മൂവ് ആവാണ്ടിരിക്കും. നൈലാനല്ലേ, അത്യാവശ്യം നമ്മളെ ആ ഒരു സ്ലിപ്പിംഗ് നേച്ചർ കാണും, സ്ലിപ്പായി പോവും, വേദിപ്പോവും. അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഒരു 2-3 നോട്ട്സ് ഇട്ടിട്ട് ഇവിടെ ഞാൻ ഇത് ഫിക്സ് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ. കണ്ടല്ലോ ഇതുപോലെ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വളക്കും കൂടി കുറച്ച് അത്യാവശ്യം ഡെക്കറേഷൻ വേണമെങ്കിൽ ഈ വയർ ഒന്ന് ചുറ്റാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ സിൽക്ക് ത്രെഡ് വയർ പോലെ സിൽക്ക് ത്രെഡ് റാപ്പിങ്ങും ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒരു DIY ആയതുകൊണ്ട് ഈ വള ഇതേപോലെ ഞാൻ വിട്ടിട്ടുണ്ട്. അധികം ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കാണിക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഇതുപോലെ പിന്നെ ഞാനൊരു 2-3 നോട്ടും കൂടി ഇട്ടിട്ട് ഇതിനെ ഈ ഒരു നൂലിനെ ഇവിടെ ഫിക്സ് ചെയ്തു. സോ ഈ നൂല് നമ്മൾ ഇപ്പോൾ കവർ ചെയ്യും ആക്ച്വലി. ഇവിടെ കണ്ടല്ലോ. സോ നിങ്ങൾ ലെവലായിട്ട് ഇത് പിടിച്ചിട്ടെങ്കിൽ ഈ താഴത്തെ ഭാഗത്തിൽ നമുക്ക് വ്യത്യാസം കാണും. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ ചെറിയ വ്യത്യാസം സാധാരണ വരുന്നതാണ്. ആ ചെറിയ വ്യത്യാസം നമ്മൾ ലാസ്റ്റിൽ ലെവൽ ചെയ്യും. സോ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റ് കളർ ത്രെഡിനെ ഒന്ന് കവർ ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ കാണിച്ചു തരാം. സോ ഇതിനെ കവർ ചെയ്യാൻ ഞാൻ സെയിം കളറ് നമ്മളെ നൈലാന് റോപ്പ് എടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ. ഇതുപോലെ വെച്ച് നമ്മൾ ഒന്ന് ടൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റി എടുക്കുക. ഒരു 8 തൊട്ട് 10 റൗണ്ട് നമ്മളെ ആ ഒരു ഹോൾഡറിൻ്റെ നീളം അനുസരിച്ചിട്ട് 8 തൊട്ട് 10 റൗണ്ട്. ഞാനൊരു 8 റൗണ്ടോളം ചെയ്യുന്നുണ്ട്. സോ വൺസ് ഒരു റൗണ്ട് കൊടുത്താൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് കൂടെ രണ്ടാമതും കൂടി ഒന്നും കൂടി ചെയ്താൽ ഇതെന്താ വെച്ചാൽ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒരു നല്ല ലുക്ക് കൊടുക്കും ആ ഹോൾഡറിന്. ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളെ ക്രിയേറ്റീവ് ലെവലിനനുസരിച്ച്. ഞാനൊരു ചെറിയൊരു സംഭവം, ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നമ്മളടുത്തില്ല പഴയ നൈലാൻ വയർ കൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുക്കാമെന്നുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. സോ പിന്നെ ഈ ഗ്ലൂ ഞാൻ യൂസ് ചെയ്ത് ഇതിനെ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. സ്റ്റിക്ക് ചെയ്യാൻ നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി
ഫെവി ഗ്ലൂ കിട്ടുമല്ലോ നമ്മളെ ഒരു 5 രൂപയുടെ ബോട്ടിൽ, അതും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നമ്മൾ ലൈറ്റർ എടുത്തിട്ടൊന്ന് ഇത് ചൂടാക്കിയിട്ടും നമുക്ക് ഫിക്സ് ചെയ്യാം. കണ്ടല്ലോ, ഇപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. സോ ഇത് മൊത്തത്തിൽ നമുക്കൊരു 5 തൊട്ട് 10 മിനിറ്റ് സമയം എടുക്കുമല്ലോ ഈ ടോട്ടൽ പ്രോസസ്സിന്. പക്ഷേ ഇവിടെ നിന്നാണ് നമുക്കൊരു പണിയുള്ളത്. അതായത് ഒരു 1.5 അവർ ടു 2 അവേഴ്സ് സിമ്പിൾ വർക്കാണ്, പക്ഷേ നല്ല സമയം എടുക്കും. സോ ഈ വയറ് നമ്മൾ ഓരോന്നായിട്ട് പിരിച്ചെടുക്കണം. അതായത് ഒരു വയറിൽ ഇങ്ങനെ 3 വയറ് കിട്ടും. ആ 3 വയറിലും ഓരോ അതിൽ തിരിച്ച് നമുക്ക് ഒരു 10 തൊട്ട് 12ഓളം നൈലോൺ ലൈൻസ് കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട്. സോ അതെല്ലാം നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇത് കണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് എടുത്താൽ കണ്ട 3 എണ്ണം കിട്ടുന്നുണ്ട് ഒരു വയറിൽ. സോ ഇതുപോലെ ഫസ്റ്റ് 3 ആയിട്ട് എടുത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ആ ഓരോന്നിലും കൂടി നമുക്കില്ലേ 12 10 ലൈൻസ് എന്നാലേ അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. സോ അത്യാവശ്യം ഇതിന് വേണമെങ്കിൽ നിങ്ങൾ ഒരു കൂമ്പ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഈ ഓരോ ലൈൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ചീപ്പ് എടുത്ത് മെല്ലെ ചെറുങ്ങനെ ചീകി എടുത്താൽ നമ്മൾ ആ സിംഗിൾ ലൈൻസ് നല്ല വൃത്തിക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വരും. സോ ഇതുപോലെ നമുക്ക് ആദ്യം ഇതെല്ലാം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഞാനിവിടെ ആൾറെഡി നമ്മൾ എടുത്ത ഓരോ ലൈനിൽ നിന്ന് ചെറുങ്ങനെ ചീപ്പെടുത്ത് ചീകി കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാവും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എടുത്ത് വരുമ്പോൾ ഓരോ ലൈനും. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതേ ഒരു പ്രൊസീജിയർ നമ്മൾ മാക്രോണി വയർ കിട്ടുമല്ല, നമ്മൾ ആ വയർ കൊണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അതിന് ഇതിൻ്റെ അത്ര ഇത് നൈലാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ജട കിട്ടൂല. പക്ഷെ അതെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലോണം ജട കിട്ടും. ഇപ്പോൾ കണ്ടാൽ ഞാൻ ചിലതെല്ലാം ആൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, ചിലത് ഇൻഡിവിജ്വലായിട്ട് ആക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ടെക്നിക്കാണ്. അവിടെ മേളത്തെ ഭാഗത്ത് ഒന്ന് ഇങ്ങനെ ലൂസാക്കുക, പിന്നെ അതിന് ഒന്ന് ഇതുപോലെ വിരൽ വെച്ച് മേലെ കൂടെ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ നമുക്കത് ഈസി ആയിട്ട് കിട്ടും. പണി ഈസിയാണ്, കുറച്ച് സമയം എടുക്കും. ഇതുപോലെ നല്ല വൃത്തിക്ക് എടുക്കാവുന്നതാണ്. സോ ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ എടുത്ത് കാണിച്ചു തരാം. സോ കണ്ടല്ലോ, ഫൈനലി എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ കൂം ഹോൾഡർ ഇതുപോലെ നല്ല ഡെൻസി ആയിട്ട് കിട്ടും. സോ നൈലാൻ വയർ ആയതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ഗ്രിപ്പ്, നല്ല ഒരു ഗ്രിപ്പ് ഉണ്ടാവും. നമ്മൾ ചീപ്പെല്ലാം വെക്കുമ്പോൾ അതിനെ പിടിക്കാനില്ല ഒരു ഗ്രിപ്പ്. നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ലാസ്റ്റിലെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ലെവലാക്കിയിട്ടൊന്ന് ചെറുങ്ങനെ അത് കട്ട് ചെയ്തിട്ടെങ്ങും പ്രശ്നമില്ല, പക്ഷെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. സോ ഇതുപോലെ എല്ലാം ശരിയായി പിടിച്ച് നമ്മൾ ഫൈനലായിട്ട് ഒന്ന് കട്ട് ചെയ്യണം. ഇതുപോലെ ഇനിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് വാഷബിളാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൺസ് ഇൻ 1 മന്ത് 2 മന്ത്സ് നമുക്ക് നല്ല വൃത്തിക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഒരു പ്രശ്നം വരുമല്ലോ, ഒരു 5-10 മിനിറ്റ് സർഫും വെള്ളത്തിൽ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കാം. പിന്നെ അതായത് മെയിൻ്റെനൻസ് വളരെ എളുപ്പമാണ്. പിന്നെ നമ്മളെ ഡ്രസ്സിങ് റൂമിന് ഒരു പ്രത്യേക സ്റ്റൈൽ കൊടുക്കും. പിന്നെ ഇതുപോലെ സിംഗിൾ കളർ തന്നെ ചെയ്യണം എന്നില്ല, നിങ്ങൾ മൾട്ടി കളറും ചെയ്യാവുന്നതാണ്. അതായത് ഒരു 4-5 കളറിൻ്റെ റോപ്സ് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം. സോ കണ്ടല്ലോ, അത്യാവശ്യം ഒരു 2 ഫീറ്റ് ഹൈറ്റ് വന്നിട്ടുണ്ട്. ഒരു ഉള്ളം കൈയിൽ പിടിക്കാൻ പറ്റിയ ഒരു ഡെൻസി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് നിങ്ങൾ മാറ്റണമെങ്കിൽ ലെങ്ത്തും തിക്നെസ്സും കൂട്ടാവുന്നതാണ്. സോ വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ DIY കൂം ഹോൾഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ക്ലച്ചസ്, കൂമ്പ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒരു മോഡൽ ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങളെ കുട്ടികളെ കൊണ്ടും കൂടി ചെയ്യിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ചെയ്തവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.
Thank you so much for watching.